വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കാണുമ്പോൾ എനിക്കൊരു ഭരണിയൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 500 ഗ്രാം മൈദയും ഒരു മുട്ടയും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും ഉപ്പും ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ച് ഒരു 35 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബീഫാണ്. ബീഫും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് നല്ലപോലെ ഫ്രൈ ചെയ്ത് വന്നാൽ അതിലേക്ക് സവാളയും ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നേരത്തെ ബീഫ് വേവിച്ച വെള്ളം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ കുഴച്ച് വെച്ച ഡോയിൽ നിന്ന് ഇത്രയും പോർഷൻ ഒന്ന് മാറ്റി ബാക്കി ഒന്ന് പരത്തി ഒരു ബൗളിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് ഇതേപോലെ മുഴുവൻ മസാലയും ഇട്ട് കൊടുത്ത് പൊട്ടിപ്പോവാതെ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൗണ്ടർ ടോപ്പ് ഒന്ന് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ബൗളിൻ്റെ മുകളിൽ വെച്ചാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഡോ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ആ ഒരു പോട്ടിൻ്റെ ഷേപ്പിലേക്കാക്കി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് എഗ് വാഷ് ചെയ്ത് ഒരു 35 മിനിറ്റ്സ് 200 ഡിഗ്രിയിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.